നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരന്റെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നുമാണ് പ്രമേയം പറയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ലോക് ഭവനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ഇന്നാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മാർച്ചിൽ പങ്കെടുക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ് സർക്കാർ പ്രമേയമായി ഇന്ന് സഭയിൽ കൊണ്ടുവന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളിലും വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിന്റെ തുടർച്ചയായി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ഇത് വിഷയം ഉയർന്നു വന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെന്നും റോജി എം ജോൺ കുറ്റപ്പെടുത്തി. രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ ഗുരുതരമായ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. പ്രമേയത്തെ CPM ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി പൂർണ്ണമായും പിന്തുണച്ചു. ഒരു ഭേദഗതി നിർദ്ദേശം പ്രേംകുമാർ ഒറ്റപ്പാലം MLA പ്രേംകുമാർ കൊണ്ടുവന്നെങ്കിലും അത് സഭ അംഗീകരിച്ചില്ല. പക്ഷേ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM ഇടതുമുന്നണിയും സ്വീകരിച്ചത്. എന്നാൽ BJPയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നു. വി മുരളീധരനാണ് പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം ക്രമക്കേടുണ്ടായപ്പോൾ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കണമെന്ന വാചകം പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കണമെന്നുള്ളതായിരുന്നു. അതിനെ സഭ അംഗീകരിച്ചില്ല. വലിയ തർക്കം അതുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായി. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. മുരളീധരന്റെ ഭേദഗതി വോട്ടിനിട്ട ശബ്ദ വോട്ടോടുകൂടി സഭ തള്ളി. അങ്ങനെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയക്കാനാണ് സഭയുടെ തീരുമാനം. ഇതേ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്തുകൊണ്ട് ലോക് ഭവൻ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC ആണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ AICC നടത്തുന്ന മാർച്ചുകൾക്ക് ഐക്യദാർഢ്യവുമായാണ് സംസ്ഥാന തലസ്ഥാനത്ത് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ മാർച്ചിന് നേതൃത്വം നൽകും. ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് തോന്നലുണ്ടാക്കുന്ന ഇടപെടൽ ഭരണപക്ഷത്ത് നിന്നുണ്ടായെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ നിയമസഭയിൽ ബഹളം. മന്ത്രി വി അബ്ദുൽ ഗഫൂറിനെ പ്രതിപക്ഷ നേതാവ് അപമാനിച്ചെന്നും പരാമർശം പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പരാമർശം വളച്ചൊടിച്ചെന്നും കഴിവുറ്റ നേതാവാണ് അബ്ദുൽ ഗഫൂർ എന്നാണ് അഭിപ്രായമെന്നും പിണറായി വിശദീകരിച്ചു. മത്സ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസിനിടെയായിരുന്നു സംഭവം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തണൽ പദ്ധതി വിശദീകരിക്കാനുള്ള ഷിബു ബേബി ജോണിന്റെ ശ്രമമാണ് വാദപ്രതിവാദത്തിന് ഇടയാക്കിയത്. ട്രോളിംഗ് കാലമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് തീരദേശത്ത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.